അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കുറച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും പഠിച്ചു. ഇപ്പോൾ ഏതൊക്കെയായിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ സർക്കാർ വിവിധ മേഖലകളിൽ നടപ്പിലാക്കുന്ന പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയായിരുന്നു? നമ്മൾ 5-6 പദ്ധതികളും പരിപാടികളും എന്ത് ചെയ്തു? പറയുകയും പഠിക്കുകയൊക്കെ ചെയ്തില്ലേ? അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയാണ് ഏത്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പിന്നെന്തുണ്ടായിരുന്നു? ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. പിന്നെ നമ്മുടെ സ്കൂളിൽ ഉച്ചഭക്ഷണ പരിപാടിയില്ലേ, മിഡ് ഡേ മീൽ പ്രോഗ്രാം. പിന്നെന്തുണ്ടായിരുന്നു? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പം അതൊക്കെ അങ്ങനെയുള്ള പദ്ധതികളും പരിപാടികളുമാണ് നമ്മൾ അവസാനം പഠിച്ചത്. അപ്പം ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പൊതുവിതരണ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കണം. അപ്പം എന്തിനെക്കുറിച്ച് പഠിക്കണം? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഇങ്ങനെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ റേഷൻ കടകളാണ്. ഇപ്പോൾ ഈ പൊതുവിതരണ സമ്പ്രദായം എന്തൊക്കെ ചെയ്യുന്നു, അത് ആർക്കൊക്കെ ആ ഗുണം ലഭിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ റേഷൻ കടകൾ ഓർത്താൽ മതി. റേഷൻ കടകൾ എന്താ ചെയ്യുന്നത്? റേഷൻ കടകൾ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ആഹാര സാധനങ്ങൾ നൽകുന്നില്ലേ? ഇനി ആർക്കാ നൽകുന്നത്? എല്ലാവർക്കും നൽകുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞ വിലയ്ക്ക് അരിയും ഗോതമ്പും ഒക്കെ ഭക്ഷ്യവസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ഈ പൊതുവിതരണ സമ്പ്രദായം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയേ, എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? ഈ റേഷൻ കടകൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെ മൊത്തം ശൃംഖലയും ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് കേട്ടോണേ. അതായത് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും എന്ത് ചെയ്യുന്നു? ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രം അല്ലെങ്കിൽ പൊതുവിതരണ സമ്പ്രദായത്തിൽ ഉൾപ്പെടുന്നത്. എന്താണ്? കുറഞ്ഞ വിലയ്ക്ക്. അതായത് ഇപ്പൊ നമ്മൾ റേഷൻ കട നോക്കിയ റേഷൻ കടയിൽ അരിയും ഗോതമ്പൊക്കെ എന്ത് ചെയ്യും? 1 രൂപ നിരക്കിലും 2 രൂപ നിരക്കിലും ഒക്കെ ലഭിക്കുന്നില്ലേ? കുറഞ്ഞ വിലയ്ക്ക്. ഒരുപാട് വിലയുണ്ടോ? നമ്മളിപ്പോൾ മറ്റ് കടകളിൽ പോയി സാധനങ്ങൾ മേടിച്ചാൽ അതിനേക്കാളും ഒരുപാട് വിലയില്ലേ? അപ്പൊ റേഷൻ കടകളിലൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്കല്ലേ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്. കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ ന്യായമായ വിലയ്ക്ക് എന്തൊക്കെയാ നൽകുന്നത്? ഭക്ഷ്യവസ്തുക്കൾ. ഇപ്പൊ അരി നൽകും, ഗോതമ്പ്, പച്ചരിയൊക്കെ നമുക്ക് കിട്ടത്തില്ലേ? ഇനി അതല്ല, ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സൗജന്യ ഭക്ഷ്യ കിറ്റ് എല്ലാ മാസവും കിട്ടാറില്ലേ? കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ. പിന്നെ നിത്യോപയോഗ സാധനങ്ങൾ, അതായത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചില അത്യാവശ്യമായ സാധനങ്ങളും ചില സ്ഥാപനങ്ങളിൽ നൽകുന്നുണ്ട്. എന്താണ്? വളരെ കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ ന്യായമായ വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ആരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന? സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ പൊതുവിതരണ സമ്പ്രദായം എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്താണ്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ഫുഡ് ഐറ്റംസ് ആൻഡ് other essential commodities to people at a low price. എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? ഇറ്റ് പ്രൊവൈഡ്സ് ഫുഡ് ഐറ്റംസ് ആൻഡ് അതർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു പീപ്പിൾ അറ്റ് എ ലോ പ്രൈസ്. ഓർത്ത് വെച്ചേക്കാം. എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? നമുക്കറിയാം. നോക്കിയേ, നമ്മുടെ കേരളത്തിൽ എന്തുണ്ട്? വളരെ വലിയ അല്ലെങ്കിൽ ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവർക്കും റേഷൻ കടകൾ വഴിയൊക്കെ സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും ആവശ്യത്തിന് സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. സൗജന്യ കിറ്റ് വരെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നോക്കുക, എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ റേഷൻ കടകൾ വഴി അരി ഗോതമ്പൊക്കെ നൽകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് നൽകുന്നതെന്ന്. അരിയും ഗോതമ്പും പച്ചരിയൊക്കെ
നൽകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്തുണ്ട്, ഇപ്പോൾ കടലയുണ്ട്, അങ്ങനെയുള്ള ധാന്യങ്ങളും ഇപ്പോൾ നൽകുന്നുണ്ട്. അത് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കേരള ഹാസ് എ സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. The public distribution outlets in Kerala supply rice and other food items to the needy. ആവശ്യക്കാർക്കാണ് നൽകുന്നത്. അപ്പോൾ ഇനി നോക്കുക, ഇപ്പം എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ലഭിക്കുന്നു, എന്തൊക്കെ സാധനങ്ങളാണ് ലഭിക്കുന്നതെന്ന് അറിയാം. ഇനി ഇതിൻ്റെ ഗുണം എന്താണെന്ന് നോക്കി, അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ നോക്കിയേ, നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉയർന്ന വിലയ്ക്ക് അല്ലെങ്കിൽ കൂടിയ വിലയ്ക്ക് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടിയ വിലയ്ക്ക് ആഹാര സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, അവർ പട്ടിണി അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഈ പട്ടിണി ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ ഏതിലൂടെ കഴിയുന്നു, നമ്മുടെ ഈ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ കഴിയുന്നു. അതായത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം, പൊതുവിതരണ സമ്പ്രദായങ്ങൾ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. എന്തിൽ സഹായിക്കുന്നു? ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്നു. Public distribution system ensure food security എന്നാണ്. ഇറ്റ് ഹെൽപ്സ് ടു എൻഷ്യൂർ ഫുഡ് സെക്യൂരിറ്റി. ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അത് ഓർത്ത് വെച്ചേക്കാം, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പം അറിയാലോ. അപ്പം ഇനി നോക്കിയേ, നമ്മുടെ റേഷൻ കടകൾ മാത്രമല്ല, വേറെ കുറച്ച് സ്ഥാപനങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്ന് നമ്മുടെ റേഷൻ കട തന്നെ നമ്മൾ ആദ്യം പറയണം, അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അല്ലെങ്കിൽ പൊതുവിതരണ കേന്ദ്രം. അപ്പം അതല്ലാതെ വേറെ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട്? നമ്മുടെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, നമ്മുടെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ മാവേലി സ്റ്റോറുകൾ, നീതി സ്റ്റോറ്, നന്മ സ്റ്റോറ്, പിന്നെന്തുണ്ട്, ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ പഴങ്ങളും പച്ചക്കറികളും വളരെ കുറഞ്ഞ വിലയ്ക്ക് നൽകുന്ന സ്ഥാപനമാണ് ഹോർട്ടികോർപ്പ്. എന്നാണ്, പഴങ്ങളും പച്ചക്കറികളും വളരെ കുറഞ്ഞ വിലയ്ക്ക് നൽകുന്ന സ്ഥാപനമാണ് ആര്? ഹോർട്ടികോർപ്പ്. ഈ സ്ഥാപനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ന്യായമായ വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നു. ആ സ്ഥാപനങ്ങളുടെ പേര് ചോദിച്ചാലും നമ്മൾ ഓർത്തിരിക്കണം. നോക്കുക, അപ്പോൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണ്, എന്തൊക്കെ ഭക്ഷ്യധാന്യങ്ങളാണ് വിതരണം ചെയ്യുന്നത്, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്, പിന്നെന്താ അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ നമുക്കിപ്പോൾ അറിയാം. ഇനി നമുക്ക് നോക്കിയേ, നമ്മൾ ആദ്യമേ എന്താ പഠിച്ചത്, നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി സെക്ടറിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞായിരുന്നു? നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. കാർഷിക മേഖല ഏറ്റവും കൂടുതലായിരിക്കുമ്പോൾ അതിനനുസരിച്ച് ഭക്ഷ്യോൽപാദനവും കൂടുതലായിരിക്കണം അല്ലേ? എന്നിട്ടും ഈ ഭക്ഷ്യോൽപാദനം കൂടുതലാണ്, എന്നിട്ട് നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതൊക്കെ മാറ്റാനാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, കുറച്ച് പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നോക്കുക, നമ്മുടെ ഭക്ഷ്യോൽപാദനം അല്ലെങ്കിൽ കൃഷി അത്ര എളുപ്പമുള്ള കാര്യമാണോ? വളരെ ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് വിത്ത് കൊണ്ടിട്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ കിളിച്ച് വരുന്നു, അത് പാകമാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്കെടുത്ത് ആഹാര സാധനങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല. അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ശ്രദ്ധയും ഒക്കെ വേണ്ട കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ കൃഷി ചെയ്യാൻ കുറച്ച് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടിച്ചേർന്നാലേ അത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് നടുവായിരിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ നേരെ കിളിച്ച് വരത്തില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടും ഈ ഭക്ഷ്യോൽപാദനത്തിൽ, ഫുഡ് പ്രൊഡക്ഷനിൽ കുറച്ച് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതായത് അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റാതിരിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാ? ഏറ്റവും ആദ്യം നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ വയലുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
നികത്തിയിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഫ്ലാറ്റ് വെക്കും, കെട്ടിടങ്ങൾ വെക്കും, വീടൊക്കെ വെക്കും. വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഈ കൃഷിയിടങ്ങളൊക്കെ നികത്തും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിടങ്ങൾ വെക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടെങ്കിൽ ഉപയോഗിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രശ്നം അത് തന്നെയാണ്. എന്താണ്? നമ്മുടെ കൃഷിഭൂമി മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. കൃഷിഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസസ്. യൂസിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസസ്. കൃഷിക്കല്ലാതെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കൃഷി കുറയും. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കൃഷിയാണ്, അപ്പോൾ അതിന് ഒരുപാട് വെള്ളം വേണ്ട കൃഷിയാണ്, വിളയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, വെള്ളം വേണമെങ്കിൽ നല്ല രീതിയിൽ മഴ ലഭിക്കണം. അപ്പോൾ നമ്മൾ ആ ചെടി അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സമയത്ത് മഴയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇനി മഴ ഉണ്ടാവാൻ പാടില്ലാത്ത സമയത്താണ് കൂടുതൽ മഴ എങ്കിൽ എന്ത് ചെയ്യും, ആ കൃഷി നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ കാലാവസ്ഥ പെട്ടെന്ന് മാറി മാറി വരുന്നതും ഇങ്ങനെ ഭക്ഷ്യോൽപാദനത്തിന് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പോയിന്റാണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം, ക്ലൈമറ്റ് ചേഞ്ച്. രണ്ടാമത്തെ പോയിന്റ് ക്ലൈമറ്റ് ചേഞ്ച്. ഇനി മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ കലാമിറ്റീസ് ആണ്, പ്രകൃതിക്ഷോഭം. ഇപ്പോൾ വെള്ളപ്പൊക്കമോ വരൾച്ചയോ ഒക്കെ വന്നാൽ എന്ത് ചെയ്യും, കൃഷി പെട്ടെന്ന് നശിച്ചു പോകും. മൂന്നാമത്തെ പോയിന്റ് ഏതാണ്? നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭങ്ങൾ. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കർഷകർക്ക് എന്ത് ചെയ്യും, ഗവൺമെന്റ് സബ്സിഡി നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, കൃഷി ചെയ്യാനായിട്ട് ബാങ്കിൽ നിന്നൊക്കെ ചെറിയ പലിശ നിരക്കിൽ ലോൺ അനുവദിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് വളരെ കുറച്ച് മാത്രം തിരിച്ചടച്ചാൽ മതി എന്നൊക്കെ രീതിയിലാണ് നൽകുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, അതിന് നൽകുന്ന ഒരു ഇളവാണ് സബ്സിഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറച്ചടച്ചാൽ മതി, ആ കുറവിനെയാണ് നമ്മൾ സബ്സിഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ സബ്സിഡിയുടെ നിരക്ക് കുറയ്ക്കും. അപ്പോൾ കർഷകർ എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ച് ലോൺ അടയ്ക്കേണ്ട പൈസ അളവ് കൂടും. അപ്പോൾ എന്ത് ചെയ്യും, കർഷകർക്ക് ഒരുപാട് പൈസ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. എന്താണ്, ഈ സബ്സിഡി കുറയ്ക്കുന്നത് മൂലം കർഷകരൊക്കെ പ്രശ്നത്തിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഭക്ഷ്യോൽപാദനത്തിനെ അത് ബാധിക്കും. അടുത്ത പോയിന്റ് ആണ് സബ്സിഡിയുടെ നിരക്ക് കുറയ്ക്കുന്നത്, റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് സബ്സിഡി. റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് സബ്സിഡി. ഇനി അടുത്ത പോയിന്റ് എന്താ നോക്കിയേ, നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് വളർന്നു വരാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരാനൊക്കെ നമ്മൾ ഒരുപാട് വളം ഉപയോഗിക്കും. ഇപ്പോൾ കൂടുതലും രാസവളങ്ങളും രാസകീടനാശിനികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ കുറേ കാലം, ഇപ്പോൾ ഒരു വട്ടം ഉപയോഗിക്കുന്നു, വീണ്ടും വീണ്ടും ഈ രാസവളങ്ങളും കീടനാശിനികളും തന്നെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും, അത് മണ്ണിൽ വീണിട്ട് മണ്ണിൻ്റെ ഈ ബലഭൂഷ്ടി അങ്ങ് നഷ്ടപ്പെടും. ഇങ്ങനെ ബലഭൂഷ്ടി നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ എന്തുകൊണ്ട് നട്ടാലും അത് നേരെ വളർന്നു വരത്തില്ല. പിന്നെ എന്തൊക്കെ വളങ്ങൾ ചെയ്താലും അത് നമുക്ക് നല്ലൊരളവിൽ വിളവ് കിട്ടത്തില്ല. അപ്പം എന്ത് ചെയ്യും, ഈ രാസ കീടനാശിനികളൊക്കെ വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മൂലം മണ്ണിൻ്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെടുന്നു. അപ്പം അതാണ് അവസാനത്തെ പോയിന്റ്. അപ്പം എന്താണ്, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് റെഡ്യൂസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ ലാൻഡ്. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് റെഡ്യൂസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ ലാൻഡ്. ഓർത്ത് വെച്ചേക്കുക. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ ഓർത്ത് വെച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഏത്, ഇപ്പം പറഞ്ഞത് ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ. ഇപ്പം ഏതൊക്കെയാണ് നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന വെല്ലുവിളികൾ? ഒന്ന്, കൃഷിഭൂമി എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസസ്. രണ്ടെന്താണ്, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം, ക്ലൈമറ്റ് ചേഞ്ച്. മൂന്നെന്താണ്, മൂന്നാമത്തെ പോയിന്റ് ആണ് നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭങ്ങൾ. നാലാമത്തെ പോയിന്റ് സബ്സിഡിയുടെ നിരക്ക് കുറയ്ക്കുന്നത്, റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് സബ്സിഡീസ്. ലാസ്റ്റ് പോയിന്റ് ഏതാണ്, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് റെഡ്യൂസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ ലാൻഡ്. അമിതമായ രാസവളങ്ങളുടെ ഉപയോഗം എന്ത് ചെയ്യും, മണ്ണിൻ്റെ ഫലഭൂഷ്ടി നശിപ്പിക്കും. അപ്പം അത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കുക. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, പാഠത്തിൻ്റെ നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട്.
ഈ അവസാന ഭാഗത്തിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളും പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ കുറിച്ചും പഠിച്ചത്. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് ഇതുവരെ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചതെന്നൊന്ന് ഓടിച്ചു നോക്കിയേ. വളരെ ചെറിയൊരു പാഠമായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന പാഠം. ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചെറുതായിട്ടൊക്കെ പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഓർത്ത് വെച്ചിരിക്കാൻ പറ്റുന്ന പാഠം. വലിയ പാഠമൊന്നുമില്ല. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ആദ്യമേ പഠിച്ചത് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി സെക്ടറിനെ കുറിച്ചാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളെ കുറിച്ച് പഠിച്ചു. ഇപ്പം എന്താ പ്രാഥമിക മേഖല? പ്രാഥമിക മേഖല കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഈ പ്രൈമറി സെക്ടർ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന്, അതായത് കാർഷിക മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. രണ്ടാമത് ഏതാ? സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖല. ഇത് വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യവസായ മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നോക്കിയേ, ഈ നമ്മുടെ പ്രൈമറി സെക്ടറിലെ കാര്യങ്ങളും സെക്കൻഡറി സെക്ടറിലെ കാര്യങ്ങളും ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് കൊണ്ട് പോകുന്ന ആരാണ്? ഈ മൂന്നാമതുള്ള ടേർഷ്യറി സെക്ടറാണ്, തൃതീയ മേഖല. അതുകൊണ്ട് തന്നെ നമ്മൾ ടേർഷ്യറി സെക്ടറിനെ എന്ത് പേരിട്ട് വിളിക്കും? സർവീസ് സെക്ടർ, സേവന മേഖല എന്ന പേരിട്ട് വിളിക്കും. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഈ മൂന്ന് മേഖലകളും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരെണ്ണമില്ലാതെ ബാക്കി ഒന്നിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. മൂന്നും ഒരുമിച്ച് നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടക്കത്തുള്ളൂ. അപ്പം അതിനുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാ. കോട്ടൺ കൾട്ടിവേഷനെ കുറിച്ച് നമ്മൾ എക്സാമ്പിൾ നോക്കി പറഞ്ഞില്ലേ? അത് നോക്കാം. എങ്ങനെയാ ബന്ധപ്പെട്ടിരിക്കുന്ന എക്സാമ്പിളിലൂടെ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പം നെൽകൃഷി എടുക്കുക. ആദ്യം എവിടെ എന്ത് ചെയ്യും? കൃഷി നടക്കുന്ന എവിടെയായിരിക്കും? പ്രൈമറി സെക്ടറിലാണ്, കാർഷിക മേഖലയിൽ നെൽകൃഷി ചെയ്യും. എന്നിട്ട് അത് കൊയ്തെടുത്തിട്ട് എന്ത് ചെയ്യും? സെക്കൻഡറി സെക്ടറിലുള്ള, ദ്വിതീയ മേഖലയിലുള്ള മില്ലിലോ ഫാക്ടറിയിലോ കൊണ്ടുപോയിട്ട് അതിനെ കറക്റ്റ് അത് എന്ത് ചെയ്യും? അരിയുടെ രൂപത്തിലാക്കി എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് വാഹനങ്ങളിൽ, കടകളിൽ കൊണ്ടെത്തിക്കും. ഇപ്പം ഈ വാഹനങ്ങളും കടകളും എന്താണ്? ടേർഷ്യറി സെക്ടർ, തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഈ കടകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയി അരി വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ നോക്കിയേ, ഇവിടെ ടേർഷ്യറി സെക്ടറിൽ വാഹനങ്ങളില്ല, കടകളില്ല എങ്കിൽ ഈ സെക്കൻഡറി സെക്ടറിൽ അവിടെ ഫാക്ടറിയിലും മില്ലിലൊക്കെ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന അരി എന്ത് ചെയ്യും? അവിടെ നശിച്ചു പോകത്തില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആൾക്കാരിലേക്ക് എളുപ്പം എത്തത്തില്ല. ഇനി ആ സെക്കൻഡറി സെക്ടറാണ് ഇല്ലാത്തത്, അവിടുത്തെ മില്ലോ ഫാക്ടറിയോ ഒന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ പ്രൈമറി സെക്ടറിൽ കൃഷി ചെയ്യുന്ന ഏത് വിളയാണെങ്കിലും, ഇപ്പൊ നെല്ലാണെങ്കിലും വേറെ ഏത് വിളയാണെങ്കിലും എന്ത് ചെയ്യും? അത് അവിടുന്ന് അതിന്റെ കറക്റ്റ് പ്രോസസ് ചെയ്ത് അതിന്റെ കറക്റ്റ് രൂപത്തിലാക്കാൻ ഫാക്ടറികളില്ലെങ്കിൽ കഴിയത്തില്ല. ഇനി അതേപോലെ പ്രൈമറി സെക്ടർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ സെക്കൻഡറി സെക്ടറിനും ടേർഷ്യറി സെക്ടറിനും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അത് ഓർത്ത് വെച്ചേക്കുക. പരസ്പരം അത് മൂന്ന് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്, കണക്റ്റഡ് ആണ് അവർ. ഇനി നോക്കുക, ഇനി നമ്മൾ എന്താ പറഞ്ഞേ? നമ്മളൊരു എന്ത് ചെയ്തു? ഒരു ബോക്സ്, ഒരു ചാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്താ നമ്മൾ കണ്ടേ? വർഷങ്ങൾ കഴിയുന്തോറും നമ്മൾ ആദ്യമേ എന്താ കണ്ടേ? ഈ മൂന്ന് മേഖലയെ നോക്കിയപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും കൂടുതലായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഏതായിരുന്നു? പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ ആയിരുന്നു. പക്ഷെ എന്ത് കാണാൻ പറ്റും? വർഷങ്ങൾ കഴിയുന്തോറും പ്രാഥമിക മേഖലയിൽ ചെറിയ തോതിലൊരു കുറവ് സംഭവിക്കുന്നുണ്ട്. നമുക്ക് ആ ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ചെറുതായിട്ട് അതിന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. ഇനി സെക്കൻഡറി സെക്ടറും ടേർഷ്യറി സെക്ടറിന്റെയും അളവ് കുറവായിരുന്നെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? വർഷങ്ങൾ കഴിയുന്തോറും അതിങ്ങനെ കൂടി വരുന്നുണ്ട്. അത് നമുക്ക് കാണാം. അപ്പം അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പം അത് ഓർത്ത് വെച്ചേക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കഴിഞ്ഞു? പോവർട്ടി എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അതായത് നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയും ഗ്രാമപ്രദേശങ്ങളിൽ 2100 കലോറി അളവിൽ ഭക്ഷണം കിട്ടാത്തവരെന്താണ്? ദാരിദ്ര്യം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണെന്ന് നമുക്ക് പറയാം. ബിലോ പോവർട്ടി ലൈൻ ആണെന്ന് പറയാം. അപ്പം ഇങ്ങനെയുള്ള ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? സർക്കാർ ഒരുപാട് പദ്ധതികളും പരിപാടികളും കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ രാജ്യത്ത് ഇത്രയും അധികം ഫുഡ് പ്രൊഡക്ഷൻ നടന്നിട്ടും ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണം? 2 പോയിന്റേ ഉള്ളൂ.
ഒന്ന്, ചില ആൾക്കാർക്ക് എന്തില്ല, ഈ ആഹാര വസ്തുക്കൾ വാങ്ങാനുള്ള ശേഷി ഉണ്ടാകത്തില്ല, അവരിൽ പൈസയൊന്നും കാണത്തില്ല. രണ്ട്, വേണ്ട അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ ഇതെല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയുന്നില്ല. ആ 2 പോയിന്റ്. ഇപ്പൊ എന്താണ്, ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ മേഖലകളിൽ പദ്ധതികളും പരിപാടികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്തായിരുന്നു, അത് 1/3 ഭാഗം സ്ത്രീകളായിരിക്കണമെന്ന് പറയുന്നു. ഇപ്പൊ 18 വയസ്സായാലേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്താ ചെയ്യുന്നത്, 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ്. പിന്നെ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ആണെങ്കിലോ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും പിന്നെന്താണ് അമ്മമാർക്കും ഒക്കെയാണ് ഈ പദ്ധതിയിലൂടെ പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ്. ഇപ്പൊ അംഗൻവാടികൾ വഴിയാണ് നടപ്പിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇതെന്താണ്, നഗരപ്രദേശങ്ങളിൽ തൊഴിലില്ലാത്തവർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അന്നപൂർണയോ, അന്നപൂർണ എന്താന്ന് വെച്ചാല് 65 വയസ്സ് കഴിഞ്ഞ സ്വന്തമായിട്ട് വരുമാനമൊന്നും ഇല്ലാത്തവർക്ക് 10 കിലോഗ്രാം ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്ന പദ്ധതി. അതേപോലെ മറ്റൊന്നാണ് അന്ത്യോദയ അന്ന യോജന. ഇപ്പൊ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് മാസം 35 കിലോഗ്രാം ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്ന പദ്ധതി. അപ്പൊ അങ്ങനെ വേറെ 2-3 പദ്ധതികളും പരിപാടികളും ഉണ്ട്. മിഡ് ഡേ സ്കൂൾ പ്രോഗ്രാം, 8ാം ക്ലാസ് വരെ സ്കൂൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, സൗജന്യമായ ഭക്ഷണം നൽകുന്ന പരിപാടി. അത്രയാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഇന്ന് എന്ത് ചെയ്തു, ഇന്ന് നമ്മൾ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? ഒന്നുകൂടി സ്പീഡിന് ഓർക്കുക. വളരെ കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ ന്യായമായ വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് പൊതുവിതരണ സമ്പ്രദായം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ഫുഡ് ഐറ്റംസ് ആൻഡ് അതർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു പീപ്പിൾ അറ്റ് എ ലോ പ്രൈസ്. ഇനി എന്തുണ്ട്, നമ്മുടെ കേരളത്തിൽ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒരുപാട് മികച്ചതാണ്. അങ്ങനെയുള്ള കുറച്ച് സ്ഥാപനങ്ങളാണ് ഏതൊക്കെയാ, നമ്മുടെ റേഷൻ ഷോപ്പ്, റേഷൻ കടകൾ, പിന്നെ എന്തുണ്ട്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, സപ്ലൈകോ, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ഹോർട്ടികോപ്പ് ഒക്കെ. ഈ സ്ഥാപനങ്ങളുടെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഈ പൊതുവിതരണ സമ്പ്രദായം, അതുകൊണ്ടുണ്ടാവുന്ന ഗുണം എന്താണ്? നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് ഉറപ്പാക്കാൻ കഴിയുന്നു? ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നു. ഇറ്റ് ഹെൽപ്സ് ടു എൻഷ്യൂർ ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റി. ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ദാരിദ്ര്യത്തിന്റെ അളവ് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. അത് ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് കാർഷിക മേഖലയാണ്. അപ്പൊ കാർഷിക മേഖലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അളവിൽ ഭക്ഷ്യോൽപാദനം നടക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭക്ഷ്യോൽപാദനം കുറച്ച് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആ വെല്ലുവിളികളൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് ഇത്രയും അധികം ആഹാര സാധനങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് എല്ലാവരിലേക്കും എത്തിക്കുന്നത് ഓർക്കണം. അപ്പൊ ഏതൊക്കെയാണ് വെല്ലുവിളികൾ? ഒന്നുകൂടി സ്പീഡിന് ഓർത്തേ. ഒന്ന്, കൃഷിഭൂമി എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ടു നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്. 2, റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് സബ്സിഡീസ്. സബ്സിഡിയുടെ നിരക്ക് കുറയ്ക്കുന്നത്. 3, എന്താ, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, റെഡ്യൂസിങ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ ലാൻഡ്. അമിതമായ രാസവളത്തിന്റെ ഉപയോഗം ഭൂമിയുടെ ബലഭൂഷ്ടി നശിപ്പിക്കുന്നു. പിന്നെന്താ, കാലാവസ്ഥാ മാറ്റം, ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭങ്ങൾ. ഇതാണ് ഫുഡ് പ്രൊഡക്ഷൻ നേരിടുന്ന വെല്ലുവിളികൾ. ഈ പാഠത്തിൽ ഇത്രേ പഠിക്കാവുള്ളൂ. നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒന്നും വിട്ടുപോയിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ ലാസ്റ്റ് ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നമ്മുടെ ഗവൺമെന്റ് പാസ്സാക്കിയതാണ്. അപ്പോൾ ഈ ഭക്ഷ്യ സുരക്ഷാ നിയമം എന്തിനാണുള്ളതെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യണം, ന്യായമായ വിലയ്ക്ക്, അതായത് ഒരുപാട് വിലയൊന്നും ഈടാക്കാതെ ന്യായമായ വിലയ്ക്ക് എന്ത് ചെയ്യണം, നല്ല ഭക്ഷണം, പോഷകാഹാരവും അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ആഹാരം എല്ലാ ആൾക്കാർക്കും എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം പാസ്സാക്കിയത്. ഇപ്പം എന്ത് ചെയ്യും, നമ്മുടെ ഇപ്പം ഇഷ്ടം പോലെ ഹോട്ടലുകളും കടകളും ബേക്കറികളൊക്കെ ഉണ്ടാവും. ആ കടകളിലൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ചില സാധനങ്ങൾക്ക് വില കൂട്ടി വിൽക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കൂട്ടി വിൽക്കാതിരിക്കാനും ഇനി പഴകിയ ഭക്ഷണമൊന്നും വിൽക്കാതിരിക്കാനും അതുപോലെ നല്ല ആഹാരങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ആഹാരങ്ങൾ കടകളിലൊക്കെ ലഭ്യമാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? നല്ല ഗുണമേന്മയുള്ള ആഹാരം
ന്യായമായ വിലയ്ക്ക് ആൾക്കാർക്ക് എത്തിക്കുക. അതാണ് ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ ഉദ്ദേശം. എന്നാ പാസ്സാക്കിയത് 2013. അതുകൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇന്ന് നോട്ട് എഴുതിയിട്ട് ഇന്ന് പഠിപ്പിച്ച് ഇത്രയും വൃത്തിയായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഇന്ന് പഠിപ്പിച്ച് ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ട് ഈ പാഠത്തിൽ ആദ്യം പഠിച്ചത് മുതൽ ഇന്ന് ലാസ്റ്റ് പഠിച്ചത് വരെ എന്ത് ചെയ്യണം, ഒരു വട്ടം നല്ല വൃത്തിക്ക് ഇരുന്ന് വായിച്ച് നോക്കുക. വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. ഒറ്റ തവണ വായിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, അത്രയും വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠം തുടങ്ങാനുള്ളതാണ്. അതിന് മുമ്പ് എന്ത് ചെയ്യുക, ഈ പാഠം വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കുക. ശരി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.